എച്ച് മാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ വീഡിയോ. ഇവിടെ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. 2 kilogram of orange and 3 kilogram of apple cost ₹520. 3 kilogram of orange and 2 kilogram of apple cost ₹480. What is the cost of 1 kilogram of orange and 1 kilogram of apple? ഇപ്പോൾ ചോദ്യം ക്ലിയർ ആണല്ലോ. 2 കിലോഗ്രാം ഒരാൾ കടയിൽ പോയി 2 കിലോഗ്രാം ഓറഞ്ചും 3 കിലോഗ്രാം ആപ്പിളും വാങ്ങും. 2 കിലോഗ്രാം ഓറഞ്ചും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി ആൾ കൊടുക്കുന്നത് 520 രൂപയാണ്. മറ്റൊരാൾ 3 കിലോഗ്രാം ഓറഞ്ചും 2 കിലോഗ്രാം ആപ്പിളും വാങ്ങി. ആൾ കൊടുക്കേണ്ടത് 480 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഓറഞ്ചിന് എന്താണ് വില, 1 കിലോഗ്രാം ആപ്പിളിന് എന്താണ് വില? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ എടുത്ത് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ആയിട്ട് എടുക്കുക. 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് രൂപ, 1 കിലോഗ്രാം ആപ്പിളിന് വൈ രൂപ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ് ദി കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് ഈസ് ഈക്വൽ ടു എക്സ് റുപ്പീസ് ആൻഡ് കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ഈസ് ഈക്വൽ ടു ₹5. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 2 കിലോഗ്രാം ഓറഞ്ചും 3 കിലോഗ്രാം ആപ്പിൾ. 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് രൂപയാണ്. അപ്പോൾ 2 കിലോഗ്രാം ഓറഞ്ചിന് എത്ര വരും? 2x റുപ്പീസ്. 1 കിലോഗ്രാം ആപ്പിളിന് വൈ രൂപയാണ്. അപ്പോൾ 3 കിലോഗ്രാം ആപ്പിളിന് എത്ര വരും? 3y റുപ്പീസ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര വരും? 520. അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടി 2x പ്ലസ് 3y ഈക്വൽ ടു 520. കാരണം 1 കിലോഗ്രാം ആപ്പിളിന് എക്സ് രൂപ, അപ്പോൾ 2 കിലോഗ്രാം 2x. 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് രൂപ, 2 കിലോഗ്രാം 2x. 1 കിലോഗ്രാം ആപ്പിളിന് വൈ രൂപ, 3 കിലോഗ്രാം ആപ്പിൾ ആകുമ്പോൾ 3y രൂപ. അപ്പോൾ 2x പ്ലസ് 3y എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുന്നത് 520 റുപ്പീസ്. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ പോലെ തന്നെ കേട്ടോ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? 3 കിലോഗ്രാം ഓറഞ്ച് ആൻഡ് 2 കിലോഗ്രാം ആപ്പിളാണ്. അപ്പോൾ 3 കിലോഗ്രാം ഓറഞ്ച് ആകുമ്പോൾ 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് രൂപയാണ്. അപ്പോൾ 3 കിലോഗ്രാം 3x. അതുപോലെ 2 കിലോഗ്രാം ആപ്പിളാണ്. 1 കിലോഗ്രാം ആപ്പിളിന് വൈ റുപ്പീസ് ആണ്. അപ്പോൾ 2 കിലോഗ്രാം 2y. അപ്പോൾ അതിന്റെ ടോട്ടൽ 480. അപ്പോൾ വി ഹാവ് 2 ഇക്വേഷൻ. 2x പ്ലസ് 3y ഈക്വൽ ടു 520 ആൻഡ് 3x പ്ലസ് 2y ഈക്വൽ ടു 480. ഈ 2 ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വ്യത്യാസമായത് ഇവിടെ എന്താണ്? ഇവിടെ 2ഉം ഇവിടെ 3, ഇവിടെ 3 ഇവിടെ 2ഉം സെയിം ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ 2 ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. സോ വി ഹാവ് ടു മേക്ക്, ഇഫ് യു വാണ്ട് ടു മേക്ക് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സെയിം, ഇവിടെ നിന്ന് 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആവും, 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആവും. അപ്പോൾ 2 സെയിം ആവും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഈ ഇക്വേഷനെ എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിയേ. 2x പ്ലസ് 3y ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 520 ഇൻറ്റു 3. അപ്പോൾ അവിടെ 3 ഇൻറ്റു 2x 6x വരും, 3 ഇൻറ്റു 3y 9y വരും, ഈക്വൽ ടു 1560. അപ്പോൾ 1 ഇക്വേഷൻ കിട്ടി. എന്താണ്? 6x പ്ലസ് 9y ഈക്വൽ ടു 1560. നമ്മുടെ ലക്ഷ്യം ഇതാണ്, ഇതിനെ കോഎഫിഷ്യന്റ് 6 ആക്കി ഇതിന്റെ 6 ആക്കണം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 2 കൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ, സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് 3x ഇൻറ്റു 2y ഈക്വൽ ടു 480. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3x ഇൻറ്റു 2, അതുപോലെ 2y ഇൻറ്റു 2 ഈക്വൽ ടു 480 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? 6x പ്ലസ് 4y ഈക്വൽ ടു 960. അപ്പോൾ ഇവിടെ ഈ 2 ഇക്വേഷൻ എടുക്കുമ്പോൾ ഇവിടെ 6x പ്ലസ് 9y 1560, 6x പ്ലസ് 4y 960. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ സെയിം വന്നിട്ടുണ്ടോ? 6x. അപ്പോൾ ഒരേ ഒരു കേസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഏതാ? ഇവിടെ 4y ആണ്, ഇവിടെ 9y ആണ്. അപ്പോൾ 5yയുടെ ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് ഈ 6x പ്ലസ് 9y ഈക്വൽ ടു 1560 എന്ന ഇക്വേഷൻ ഈ 9yയെ ഞാൻ 4y പ്ലസ് 5y എന്ന് സ്പ്ലിറ്റ് ചെയ്യും. കാരണം അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ 6x പ്ലസ് 4y ഇവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 6x പ്ലസ് 4y പ്ലസ് 5y എന്ന ഈ 9yയെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഈക്വൽ ടു 1560.
അപ്പോൾ ഇവിടെ ഈ 4x പ്ലസ് 4y 6x പ്ലസ് 4y പകരം we can write 960 by b, ഇക്വേഷൻ നമ്പർ ബി. അപ്പോൾ ബി എന്ന ഇക്വേഷൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6x പ്ലസ് 4y 960 ആയതുകൊണ്ട് 960 പ്ലസ് y is equal to 1560. ഇത്ര ക്ലിയർ ആയോ? ഇതിനകത്ത് അറിയില്ലാത്ത y മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 960 അപ്പുറത്ത് കൊണ്ടുപോകാം. ആഡിങ് 960 goes to that side become subtracting 960. So 5y is equal to 1560 minus 960. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 600, അതായത് 5y equal to 600 എന്നാണ് വരിക. അപ്പോൾ 5y 600 ആകുമ്പോൾ y എന്താ വരിക? 600 by 5, അത് 120. അപ്പോൾ y എന്ന് പറയുന്നത് 120 എന്ന് കിട്ടി. y എന്ന് പറയുന്നത് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ആയിരുന്നു. അപ്പോൾ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില 120 എന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ചെറിയ ഇക്വേഷൻ ഇത് രണ്ടുമാണ്. ഇതിനകത്ത് ഏത് ഇക്വേഷൻ കൊടുത്താലും നമുക്ക് വാല്യൂ കിട്ടും. ഒന്നാമത്തെ കൊടുത്താൽ 2x പ്ലസ് 3y ഈക്വൽ ടു 520. അതിൽ വൈയുടെ പ്ലേസിൽ 120 ആണ്. അപ്പോൾ ഈ y വാങ്ങിച്ചിട്ട് അതിന്റെ സ്ഥാനത്ത് 120 കൊടുക്കണം. അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു 120 ഈക്വൽ ടു 520. അപ്പോൾ 3 ഇൻറ്റു 120 എന്ന് പറഞ്ഞാൽ 360 വരും അല്ലേ? അപ്പോൾ 2x പ്ലസ് 360 ഈക്വൽ ടു 520. അപ്പോൾ 2x will be equal to 520 minus 360. അതിൽ നിന്ന് 2x is equal to എത്ര കിട്ടും? 160 എന്ന് കിട്ടും. അപ്പോൾ 2x 160 ആണെങ്കിൽ x 160 by 2 that is 80. x എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ആപ്പിൾ. അപ്പോൾ 1 കിലോഗ്രാം ആപ്പിളിന് 80 രൂപ, 1 കിലോഗ്രാം ഓറഞ്ചിന് 80 രൂപ, 1 കിലോഗ്രാം ആപ്പിളിന് എത്രയാണ്? 120 rupees. 1 കിലോഗ്രാം ആപ്പിളിന് 120 രൂപ, 1 കിലോഗ്രാം ഓറഞ്ചിന് 80 രൂപ. അപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.